ഇതിൻ്റെ ഒരു ഈ കൂടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഭയങ്കര രസകരമായ മുഹൂർത്തം ഉണ്ടോ? അവിടുത്തെ ഒരു മുഹൂർത്തം ഈ വിപിനുമായിട്ടുള്ള ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും അവിടെ ഉണ്ടായ രസകരമായ ഒരു സംഭവം? ബിപിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് സെറ്റില് പാട്ടൊക്കെ പാടി അങ്ങനെ ബിപിൻ ഭയങ്കരമായിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്യായിരുന്നു. പിന്നെ എനിക്കൊക്കെ കൂടുതലുള്ള ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാനായിട്ടൊക്കെ ഉള്ളി ഇവര് മറ്റേ ബാക്കിയുള്ള അനുസോനരെയും റിയയും നീയൊക്കെ ആയിട്ടായിരുന്നു ഇവര്. എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് ഹോസ്റ്റൽ അങ്ങനെയുള്ള കുറച്ച് സീക്വൻസസ് ഒക്കെ വരുന്നുണ്ട്. മറീന വന്ന് ചേരുന്ന ശരിക്ക് മഹേഷേട്ടന് കുറച്ച് കലാപരിപാടി ഉണ്ട്. അതിന് മുമ്പിലേക്ക് നേരെ ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചെറുപ്പം ആള് നേരം വിളിത്താൽ ഞാൻ പോവാന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആക്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് പഠിപ്പിച്ച സ്ക്രിപ്റ്റിലില്ലല്ലോ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ ഞാൻ അത് വേണ്ട കഥ പറഞ്ഞു. എങ്കിലും നല്ലൊരു സിനിമയുടെ ഭാഗമായി അതാണല്ലോ നമുക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് ഷാനുഖാൻ എടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിയാം. ആ ഒരു സമയത്ത് കണ്ടുപരിചയമുണ്ട്. പിന്നെ അങ്ങനെ സംസാരിച്ച സമയത്ത് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനകത്താകുന്നു. ഒരു കാത്തിരിപ്പായിരുന്നല്ലോ ഈ സിനിമയ്ക്ക്. ഇപ്പോൾ നേരത്തെ വിം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി മുഖം നോക്കിയിരുന്നിട്ട് ഒരു സിനിമയ്ക്ക് കൊണ്ടുള്ള വെയിറ്റിംഗ് വലുതായിരുന്നല്ലോ. അത് ഇപ്പോൾ ഫലം കാണുന്നു. ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഫലം കാണുന്നു. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കുറേ ദിവസങ്ങൾ നിങ്ങൾ ഫ്ലാറ്റിൽ നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് നോക്കിയിരിക്കുന്നു, രണ്ട് കഥകളായിട്ട് വരും. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളതും ഇപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഷാനിക്ക ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഷാനിക്ക ഓൾറെഡി മ്യൂസിക്കൽ ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് വന്നതാണ്. ഞാനും ആ ഫീൽഡിൽ നിന്ന് കയറി വന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരുമിച്ച് കൂടുക, സിനിമയുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൂടലിൽ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ട് നാഥനാണല്ലോ. ഒരു പരിപാടിക്ക് രണ്ട് നാഥൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എവിടെ വെച്ചിട്ടും സെപ്പറേഷൻ വരാം. സെപ്പറേഷൻ വന്നാൽ നമ്മുടെ വർക്കിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവാധീനം കൊണ്ട് അതുപോലെ നമ്മുടെ ക്രൂവിന്റെ കംപ്ലീറ്റ് സക്സസ് സപ്പോർട്ടും ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ പിന്തുണ ഉണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുഖം വീർപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കറക്റ്റ് ആയിട്ടേക്ക് നമ്മളവിടെ ലൊക്കേഷനിൽ ഇവരിൽ ആരാണ് ആക്ഷൻ പറയുന്നത്, ആരാണ് കട്ട് പറയുന്നതെന്നോ അല്ലെങ്കിൽ ഇവരുടെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഇവർ തമ്മിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിപ്പോഴും ഇല്ല. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ബിപിൻ ചേട്ടൻ്റെ ആദ്യം കഥ പറയുമ്പോൾ തന്നെ ഞാൻ സിംഗിളായിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബിപിൻ ചേട്ടൻ്റെ ഇൻവോൾവ്. കാരണം എന്തായാലും നമ്മളെക്കാൾ കൂടുതൽ ഇതിൽ എല്ലാ മേഖലയിലും കൈവച്ച ആളാണ്. സ്ക്രിപ്റ്റ് ആയാലും അപ്പം എന്തായാലും നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്ന ആളാണ്. ഞാനൊക്കെ ഞാൻ ആവശ്യമില്ലാണ്ട് പറഞ്ഞ് തീർച്ചയായിട്ടും വിജയേട്ടൻ ഇൻവോൾവ്. മറീന ആണെങ്കിലും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാനുള്ള സ്പേസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഇത് പ്ലാൻ ചെയ്തപ്പോഴേ ഫസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഒരുമിച്ച് ചെയ്യാവുന്ന അത് തീരുമാനിക്കുന്നത് ഷജീർ പപ്പയും കൂടി ഇരുന്നിട്ടാണ് നമ്മുടെ ക്യാമറ. അപ്പോ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോ ഷാഫിക്ക് ഞാന് നമ്മള് കൂടുതൽ അടുപ്പില്ല. അപ്പൊ പേടി ഉണ്ടായിരുന്നു കുറച്ച്. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താവും, ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ. കാരണം അവനെ കുറച്ചും കൂടി മുതിർന്ന ഒരാൾ എന്നുള്ള രീതിയിലും മുതിർന്ന മാത്രമല്ല ആകാരം കാണുമ്പോഴേ പിന്നെ ആള് പാവാൻ മനസ്സിലാണ്. അതല്ല വേറൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു ഷാഫിക്ക് ഒരു സിനിമ ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും ഒരുപാട് സിനിമകൾ വർഷങ്ങളോളം ഏതെങ്കിലും സിനിമ പറയുമ്പോൾ അതിലൊക്കെ പുള്ളി അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിന്റെ ഏരിയയില് പാവക്കാട് കൂടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ വാറൻ ലവ് എന്ന് പറഞ്ഞ പടത്തിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ കാലം. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടപ്പോ ഷാഫിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കയറി അവന്റെ മുകളിൽ ചവിട്ടി മേടിക്കും. പിന്നെ ശരീരം കൊണ്ട് എല്ലാം കൊണ്ടും പേടിച്ച് അങ്ങനെ ഉണ്ടല്ലോ. അല്ല കാണുമ്പോ ഒരു ഭീകര ലുക്ക് ഉണ്ട്. ഇരിപ്പ് കാണുമ്പോ വെറുതെ ഒന്നും ചിരിക്കാതെ ഇങ്ങനെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭീകരനായിട്ട് തോന്നുന്നു. തെറ്റ് വരാൻ പറ്റില്ല. അപ്പൊ ആക്ഷനും കട്ട് ആര് പറയുന്നു അങ്ങനെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവരെല്ലാം ഒരുമിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട്. അങ്ങനെയുള്ളവർക്ക് വിജയമുള്ളൂ. ആ യാത്ര ഇനിയും തുടരണം. നിങ്ങൾ വിപിൻ പറഞ്ഞാൽ 2 സിനിമയായിട്ട് നിങ്ങൾ ചെയ്യണം. അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലായ അവിടെ ഒരാളെ കൊണ്ട് മാത്രമായിരുന്നു, ക്യാമറമാനെ കൊണ്ടായിരുന്നു എന്നാണ് വളരെ പ്രശ്നക്കാരായിരുന്നു. ഞാൻ അറിഞ്ഞത് മൊത്തം അങ്ങനെയാണ്. ക്യാമറമാനെ കൊണ്ട് എനിക്കായിരുന്നു എന്റെ പ്രശ്നം. കുറച്ച് കൂടുതൽ ഗ്ലാമർ ഉണ്ടായിപ്പോയി പുള്ളിക്ക്.
ഞാൻ നോക്കിയപ്പോ നാനയിൽ ഈ പുള്ളിയുടെ ഫോട്ടോ വന്നേക്കണേ, ബിപിൻ ജോർജ് നായികമാരെന്ന് പറഞ്ഞു. ഞാനില്ല ചേട്ടാ, ഈ പുള്ളി ഇങ്ങനെ നിന്ന് നായികമാരുടെ കൂടെ, എന്റെ ഫോട്ടോ ഇല്ല. അതിന്റെ പിന്നിലെ കൈകൾ ഇപ്പോൾ ഞങ്ങൾക്ക് ദുരൂഹതാണ്. പുള്ളി പറഞ്ഞ പുള്ളി അറിഞ്ഞിട്ടില്ല എന്നാണ്. മനസ്സിലായില്ല. കഴിഞ്ഞ മാസത്തെ നോണ പറയല്ല, ക്രൗഡിന്റെ അടിയിൽ എവിടെയോ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്യാമറമാൻ 2 നായികമാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സാധനം, അത് എങ്ങനെ വന്നു എന്നുള്ളത് ഫുൾ പേജ് മനോരമയിൽ ഫ്രണ്ട് പേജ് പുള്ളിയുടെ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ആ ക്യാമറമാൻ്റെ പറയാൻ കാരണം ഇവർ രണ്ടുപേരുടെയും ഇടയിൽ അതേ കൂട്ടിൽ ഒരേ ഫ്ലാറ്റിൽ നിന്ന് വന്നവരാണല്ലോ. ആ കൂട്ടുകെട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തി. കൂടൽ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകെട്ട് തന്നെയാണ് സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരാളായിരുന്നു ക്യാമറമാൻ. പക്ഷേ ഇവർ അത്ര സൗഹൃദമായിരുന്നു എന്നെനിക്ക് നേരത്തെ ഒരറിയാവുന്നു. ഇവർ അത്ര സൗഹൃദമായിരുന്നു. അത് ലൊക്കേഷനിലും അതൊരു ഫലം കണ്ടു തോന്നുന്നു. അത് മാത്രമല്ല, ഈ ഒരു ക്യാമറമാൻ ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാത്തിനും ഉപരിയായിട്ട് ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഷെജീർക്ക് ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ പല സമയത്ത് കോർഡിനേറ്റർ സാധാരണ ഇപ്പൊ പ്രൊമോഷന്റെ ക്യാമറമാന്മാര് വരാറില്ല. പടം കഴിഞ്ഞാൽ അവർ അടുത്ത പടത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ചർച്ചയിലേക്ക് പോകും. അതിൽ പറഞ്ഞ പോലെ അതിലുപരി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഖത്തറിലെ പുള്ളിക്ക് സ്വന്തമായിട്ട് മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വലിയ മുതലാളിയാണ്. അവിടെ വർക്കുകൾ വന്നിട്ടും ഇപ്പൊ ഈ സിനിമയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. അതിന് കാരണം എന്താ? ആ നാനേല ഫോട്ടോ, ആ ഫോട്ടോ കിട്ടുമോ ചേട്ടാ? അത് എന്താ പോസ് ചേട്ടൻ കാണണം. തിരിഞ്ഞ ഇങ്ങനെ നിൽക്കുന്നത് പടം അനൗൺസ് ചെയ്തങ്ങനെ ബിപിൻ ജോർജിന്റെ പടം. എനിക്ക് 4 നായകന്മാരെന്ന് പറച്ചില് പേര് ദോഷം മുഴുവൻ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ആ ഫോട്ടോ എന്തായാലും ഇതിനകത്ത് കാണിക്കണം. ഇതിൽ ആ ഫോട്ടോ കാണിച്ചിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതെല്ലാം നായകൻ ബിപിൻ തന്നെയാണ് നായകൻ എന്ന് പറഞ്ഞ ടൈറ്റിലും കൊടുക്കണം. നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. ബിപിനെ കുറെ സിനിമകളായല്ല നമ്മൾ ചെയ്തു വെച്ച സിനിമകൾ. എനിക്ക് ബിപിനോടുള്ള സ്നേഹവും ഇഷ്ടം കൂടുതലും ഏത് കഥാപാത്രം കിട്ടുമ്പം ഏത് രീതിക്കും കൈകാര്യം ചെയ്യുന്ന താങ്കൾ. ഈ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാൻ പറയുന്ന കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആക്ടർ എന്ന നിലയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡാൻസ് ഡാൻസ് ചെയ്യും, ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യും, എല്ലാ സംഭവം ചെയ്യുന്നുണ്ട്. ബിപിനിലേക്കുള്ള ഒരു വളർച്ചയുണ്ടല്ലോ. ബിപിൻ്റെ ഒരു വളർച്ച ഓരോ സിനിമ അടുത്ത സിനിമയ്ക്കുള്ള വളർച്ചയാണ്. ബിപിൻ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കിട്ടിയ എല്ലാം വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ രണ്ടുപേരും നമ്മൾ ബാഡ് ബോയ്സിന്റെ സമയത്ത് വേറെ ചില വീഡിയോസ് കണ്ടിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, ദൈവമേ അവർക്കൊക്കെ എന്ത് നല്ല അവസരങ്ങളാണ് കിട്ടുന്നത്, എന്നിട്ട് ഇങ്ങനെ വേറെ രീതിയിലേക്കൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും സങ്കടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ വേറെ ആൾക്ക് കിട്ടുന്നതിൽ അവർക്ക് ആ ഭാഗ്യത്തിന് അവർക്ക് മനസ്സിലാവാണ്ടേ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുകളാണെന്ന് നമുക്ക് സഹിക്കില്ല, വലിപ്പമില്ല. എനിക്ക് ആ വലിപ്പമാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് കിട്ടിയതിൽ ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം, എന്തുമാത്രം ഞാൻ അതിൽ കഷ്ടപ്പെടണം, ഇതങ്ങനെ വിട്ട് കൊടുക്കാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഫുള്ള് ചെയ്യാന്നുള്ളതുള്ളൂ. അത് ആഗ്രഹത്തിന്റെ പുറത്താണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഹൈദർക്ക് ആ ചോദ്യം ചോദിച്ച പോലെ നമ്മൾ അന്ന് ഈ സംസാരിച്ചില്ല അല്ലേ? കാരണം ഞാൻ എന്തുമാത്രമാണ് ഒരു ചെറിയ ക്യാരക്ടറായാലും ഇപ്പൊ ഗുമസ്തലിലെ ക്യാരക്ടർ എത്തിയിട്ടുണ്ട്, വളരെ ചെറിയ ക്യാരക്ടറാണ്. പക്ഷെ അത് എനിക്ക് ആ കിട്ടിയ സാധനം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നുള്ളതാണ്. ഇതിലും അങ്ങനെ തന്നെ. ഇതിൽ പക്ഷെ എന്താന്ന് പറയുന്നത്, ഇതുവരെ ചെയ്തതിൽ പടം കണ്ടിപ്പോ ഹൈദർക്ക് എന്തായാലും പടം കാണണം, റിലീസിന് മുമ്പ് തന്നെ പടം കാണണം, മഞ്ജു ചേച്ചി ഒക്കെ കാണണം. എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരു ഊർജ്ജമായിട്ട് ഇറങ്ങാൻ കുറച്ചുകൂടി ജെന്യൂനിറ്റി കിട്ടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.